നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലസ്ഥാനത്തെ വീട്ടിൽ നടത്തിയ ഇഡി റെയ്ഡിന് പിന്നാലെ കേന്ദ്ര ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ വൻ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ വെച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെയും കേന്ദ്ര സുരക്ഷാ സേനയും ആക്രമിച്ച കേസിൽ സിപിഎം പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ 18-ലധികം പേരെയാണ് പോലീസ് ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. വധശ്രമം ഉൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പുകളൊക്കെ തന്നെയാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രതികൾ അഴിക്കുള്ളിലായ ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ സുരക്ഷിത താവളങ്ങളിൽ കഴിയുമ്പോൾ സാധാരണക്കാരായ അണികൾ തെരുവിൽ ചോര ചിന്തി ജയിലിലാകുന്നതിലെ വൈരുദ്ധ്യം തുറന്നുകാട്ടുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ അതിവേഗം പടരുകയാണ്. രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിപരമായ സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി സാധാരണക്കാരായ തൊഴിലാളികൾ വൈകാരികമായി തെരുവിലിറങ്ങി ജീവിതം ഹോമിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥയെ തുറന്നു കാട്ടുകയാണ് സോഷ്യൽ മീഡിയയിലെ ഈ കുറിപ്പ്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 18-ലധികം സഖാക്കൾ അറസ്റ്റിലായി ജയിലഴിക്കുള്ളിലായതിന് പിന്നാലെ ഇടത് പ്രൊഫൈലുകളെ പോലും പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് വ്യാപകമായി ഈ പോസ്റ്റ് ഷെയർ ചെയ്യപ്പെടുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: വീണ തൈക്കണ്ടിയുടെ സഹോദരന്റെ പേര് വിവേക് കിരൺ എന്നാണ്. അബുദാബിയിൽ കുടുംബമായി താമസിക്കുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. വീണ തൈക്കണ്ടി കരിമണൽ കത്തായിൽ നിന്ന് 1,72,00,000 രൂപ സ്വീകരിച്ചു. GSTയും നൽകി. സ്വീകരിച്ച പണത്തിന് പകരം നൽകിയ സേവനം എന്താണ് എന്നാണ് ഇഡി അന്വേഷണം. മടിയിൽ കനമില്ലെങ്കിൽ ഇഡിക്കല്ല, സാക്ഷാൽ നരേന്ദ്രമോദിക്ക് വരെ വീണയൊന്നും ചെയ്യാനാവില്ല. കനമുണ്ടോ ഇല്ലയോ എന്ന് കോടതി തീരുമാനിക്കട്ടെ. വിഷയം പറയാം. 9 സഖാക്കൾ ഇതുവരെ ജയിലിലാണ്. വധശ്രമം, ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ, പൊതുമുതൽ നശിപ്പിക്കൽ, ഇതൊക്കെയാണ് പാവം സഖാക്കൾക്ക് നേരെ ചുമത്തിയ കുറ്റങ്ങൾ. കേന്ദ്ര അന്വേഷണം വരുമോ എന്നും അറിയില്ല. ദിവസക്കൂലിക്ക് അധ്വാനിക്കുന്നവർ ആയിരിക്കാം അവർ. കുട്ടികൾ അടക്കമുള്ള കുടുംബങ്ങൾ കാത്തിരിക്കുന്നവർ ആയിരിക്കാം ആ സഖാക്കൾ. എപ്പോൾ ജാമ്യം കിട്ടും, ജാമ്യത്തുക എത്ര നാൾ കോടതി കയറി ഇറങ്ങണം എന്നാർക്കും ഉറപ്പു പറയാൻ കഴിയില്ല. ചുരുക്കത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് വീണ തൈക്കണ്ടി കാരണം സഖാക്കൾ അകപ്പെട്ടത്. എന്നാൽ വീണയുടെ സഹോദരൻ വിവേക്, പിതാവ് പിണറായി വിജയൻ, ഭർത്താവ് റിയാസ്, വീണ തൈക്കണ്ടി ഇവർക്ക് കേസുണ്ടോ? കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കേണ്ടതുണ്ടോ? ഭാവി ഇരുളടയുന്ന വകുപ്പുകൾ ചാർത്തപ്പെട്ടിട്ടുണ്ടോ? വിവേക് ഇന്നലെയും AC റൂമിൽ ഉറങ്ങിയിട്ടുണ്ടാകും. വീണയും വിജയനും റിയാസും മടിയിൽ കനമില്ലെങ്കിൽ സുഖമായി ഉറങ്ങിക്കാണും. സഖാക്കളോ? വീട്ടിൽ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാതെ ജയിലിലെ വെറും തറയിൽ കൊതുക് കടിയേറ്റ് കിടക്കുന്നുണ്ടാകും. വൃത്തിഹീനമായ ബാത്റൂമും ജയിലിലെ ഭക്ഷണവും അനുഭവിക്കുന്നുണ്ടാവും. ആർക്ക് വേണ്ടിയാണ് ത്യാഗം? പാർട്ടിക്ക് വേണ്ടിയാണോ? അല്ല, വീണ തൈക്കണ്ടിക്ക് വേണ്ടി. അവർ നടത്തിയ അനധികൃത ഇടപാട് ചോദ്യം ചെയ്യാൻ വന്ന ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതാണ്. പാർട്ടി മെമ്പറാണെന്ന് പോലും ഉറപ്പില്ലാത്ത മകൾക്ക് വേണ്ടി പാർട്ടി തെരുവിലിറക്കിയ പിണറായി വിജയൻ അപ്പോഴും സ്വന്തം മകനെ ഇതിലൊന്നും ഉൾക്കൊള്ളിക്കാതെ ദൂരെ അബുദാബിയിൽ അയച്ച് സംരക്ഷിക്കുന്നുണ്ട്. ഒരാൾ അഴിമതി നടത്തി അവരും കുടുംബവും സുഖമായി ഉറങ്ങുമ്പോൾ പാവം സഖാക്കൾ ജയിലിൽ കഴിയുന്നു. നഷ്ടം അവരുടെ കുടുംബത്തിന് മാത്രമെന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത്. ഈ പോസ്റ്റിൽ പറയുന്നത് പോലെ ജയിലിലായ സഖാക്കളിൽ ഭൂരിഭാഗവും ദിവസക്കൂലിക്ക് അധ്വാനിക്കുന്നവരോ സാധാരണ കുടുംബം പുലർത്തുന്നവരോ ആണ്. വധശ്രമം പോലുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തപ്പെട്ടതിനാൽ ഇവർക്ക് പെട്ടെന്ന് ജാമ്യം ലഭിക്കില്ല. വീട്ടിൽ കുഞ്ഞുങ്ങളും പ്രായമായവരും പട്ടിണിയിലാകുമ്പോഴും രാഷ്ട്രീയ ആവേശത്തിൽ തെരുവിലിറങ്ങുന്നവർ ലോക്കപ്പിന്റെ വെറും തറയിൽ കിടക്കേണ്ടി വരും. ഈ ഒരു യാഥാർത്ഥ്യം പച്ചയായ സത്യമാണെന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. വിദേശത്ത് AC റൂമിൽ സുരക്ഷിതമായി ഉറങ്ങുന്നുവെന്ന പോസ്റ്റിലെ വരികൾ തന്നെ സാധാരണക്കാരന്റെ കണ്ണു തുറപ്പിക്കുന്നതാണ്. അഴിമതി ആരോപണം നേരിടുന്ന നേതാക്കളുടെ മക്കളോ കുടുംബാംഗങ്ങളോ ഇത്തരം തെരുവ് യുദ്ധങ്ങളിൽ എവിടെയും ഉണ്ടാകാറില്ല. അവർക്ക് വേണ്ടി കേസ് നടത്താൻ കോടികൾ വിലയുള്ള സുപ്രീം കോടതി അഭിഭാഷകനുണ്ടാകും. എന്നാൽ തെരുവിൽ ചോര ചിന്തിയ പാവങ്ങൾക്ക് കോടതി കയറി ഇറങ്ങാൻ സ്വന്തം കയ്യിലെ പണം മുടക്കേണ്ടി വരുന്നു. പാർട്ടിയുടെ ആദർശങ്ങൾക്ക് വേണ്ടിയോ ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ സമരം ചെയ്ത് ജയിലിൽ പോകുന്നവന്റെ ജനങ്ങൾ ബഹുമാനിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യേണ്ടി വരുമ്പോൾ അതിനെ തടയാൻ സാധാരണക്കാരായ സഖാക്കളെ തെരുവിലേക്ക് തള്ളിവിട്ടത് എന്തിനെന്ന ചോദ്യമാണ് പൊതുജനം ഉയർത്തുന്നത്. മടിയിൽ കനമില്ലെങ്കിൽ ഭയപ്പെടേണ്ട എന്ന് പറയുന്നവർ എന്തിനാണ് സാധാരണക്കാരെ കൊണ്ട് ഇഡി വാഹനങ്ങൾ തല്ലി തകർത്തത്? ഈ ചോദ്യം അണികൾക്കിടയിൽ പോലും ഇപ്പോൾ പുകയുന്നുണ്ട്. ചുരുക്കത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് കേവലം ഒരു രാഷ്ട്രീയ വിമർശനം മാത്രമല്ല,
അത് തെരുവിൽ അടിപിടി കൂടാൻ പോകുന്ന ഏതൊരു സാധാരണക്കാരന്റെയും കുടുംബം നേരിടുന്ന വലിയൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. നേതാക്കളുടെ കുടുംബങ്ങൾ സുഖമായി ജീവിക്കുമ്പോൾ നേതാക്കൾക്ക് വേണ്ടി നിയമം കയ്യിലെടുത്ത് ജീവിതം നശിപ്പിക്കുന്ന അണികളുടെ കണ്ണു തുറപ്പിക്കാൻ ഈ പോസ്റ്റിന് കഴിയുന്നുണ്ടെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത്. മഞ്ചേരി SFI നേതാവ് ഷമീമിന്റെ അറസ്റ്റിന് പിന്നാലെ അദ്ദേഹത്തിന്റെ പിതാവ് സോഷ്യൽ മീഡിയയെ കുറിച്ച വരികൾ സാധാരണക്കാരെ ഞെട്ടിക്കുന്ന ഒരു വിരോധാഭാസമായിരുന്നു. എന്റെ മോൻ കൂടെയില്ലാത്ത ആദ്യത്തെ പിറന്നാൾ ഇത് ഞാൻ സഹിക്കും, കാരണം എന്റെ മകൻ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്. ഇതായിരുന്നു ആ പിതാവ് എഴുതിയത്. ആ പോസ്റ്റ് പാർട്ടിയോടുള്ള ആത്മാർത്ഥതയായി ഒരു വിഭാഗം ഉയർത്തിക്കാട്ടുമ്പോൾ പൊതുസമൂഹം ചോദിക്കുന്നത് മറ്റൊരു ചോദ്യമാണ്. നേതാക്കളുടെ ആഹ്വാനം കേട്ട് തെരുവിലിറങ്ങി സ്വന്തം കുടുംബത്തോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കേണ്ട പ്രായത്തിൽ ഈ പാവം മക്കൾ ജയിലറകളിൽ കൊതുകു കടിയേറ്റ് കഴിയേണ്ടി വരുന്നത് എത്രത്തോളം ദയനീയമാണ്. തിരുവനന്തപുരത്ത് ഇഡി ആക്രമണ കേസിൽ പിടിയിലായ 18 സാധാരണ സഖാക്കളുടെ അവസ്ഥയും ഇതിനോട് ചേർത്താണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണം നേരിടുന്ന വീണ വിജയൻ തന്റെ നിയമ പോരാട്ടങ്ങളുമായി സുരക്ഷിതമായി തുടരുമ്പോഴും അവരുടെ സഹോദരൻ വിവേക് കിരൺ വിദേശത്തെ AC റൂമിൽ സുഖമായി ഉറങ്ങുമ്പോഴും തെരുവിൽ ചോര ചിന്താൻ പോയ സാധാരണക്കാരായ അണികളുടെ കുടുംബാംഗങ്ങൾ മാത്രമാണ് ഈ പെരുന്നാൾ ദിനത്തിലും ജയിൽവാതിലിന് മുന്നിൽ കണ്ണീരോടെ കാത്തിരുന്നത്. ചുരുക്കത്തിൽ നേതാക്കളുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾക്ക് കാവൽ നിൽക്കാൻ പോകുന്ന സാധാരണക്കാരായ അണികളുടെയും അവരുടെ നിസ്സഹായരായ കുടുംബാംഗങ്ങളുടെയും പച്ചയായ ജീവിത യാഥാർത്ഥ്യമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. ആദർശത്തിന്റെ പേര് പറഞ്ഞ് നേതാക്കൾ അണികളെ ജയിലിലേക്ക് തള്ളിവിടുമ്പോൾ നഷ്ടം പാവപ്പെട്ടവന്റെ കുടുംബത്തിന് മാത്രമാണെന്ന പൊതുജന വികാരം തന്നെയാണ് നിലവിൽ ഉയർന്നു വരുന്നത്. ഇതിനിടെ തന്നെ മുഹമ്മദ് റിയാസ് MLA യുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന ED റെയ്ഡിനിടെ പ്രതിഷേധിച്ച CPM നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, DYFI സംസ്ഥാന പ്രസിഡന്റ് വസീഫ് A, പ്രദീപ് കുമാർ, P മോഹനൻ തുടങ്ങി 57 പേർക്കെതിരെയാണ് കേസെടുത്തത്. നിയമവിരുദ്ധമായി സംഘം ചേരൽ, ഗതാഗത തടസ്സം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത്. തലസ്ഥാനത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ 19 പേരാണ് പിടിയിലായിട്ടുള്ളത്. ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെയുള്ള 6 പേർ കീഴടങ്ങിയതാണ്. ഒരാൾക്ക് നോട്ടീസ് നൽകി വിട്ടയച്ചു. ബാക്കിയുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകരെ ഉടനടി വളഞ്ഞിട്ട് പിടിക്കാനുള്ള പോലീസ് നീക്കമൊക്കെ ഉന്തിനും തള്ളിനും കാരണമായി മാറിയിരുന്നു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ ED സംഘത്തെ ആക്രമിച്ചവരുണ്ടെന്ന് ദൃശ്യങ്ങൾ നോക്കിയാണ് പോലീസ് ഉറപ്പിച്ചത്. പാർട്ടി ഓഫീസിൽ കയറി പ്രതികളെ പിടിക്കാൻ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സർവ്വസന്നാഹവുമായിട്ടാണ് പോലീസ് എത്തിയത്. പക്ഷേ പോലീസിനെ ഓഫീസിൽ കയറാൻ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന CPM നേതാക്കൾ ഉറച്ച നിലപാടെടുത്തു. പിന്നീട് CPM പിടിച്ചെടുത്തു തന്നെ ആ കാര്യങ്ങളൊക്കെ നിന്നു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ 5 പേർ പോലീസിന് പിടികൊടുത്തു. ശ്രീജിത്ത്, ജീവൻ, മനോജ്, നിതിൻ രാജ്, ഷാഹിൻ എന്നിവരെയായിരുന്നു അറസ്റ്റ് ചെയ്തത്. പട്ടിയൂർക്കാവ് സ്വദേശി അശോകൻ, നരുവാമൂടി സ്വദേശി കിരൺ എന്നിവരെയും കോട്ടയത്തെ ഒരു ലോഡ്ജിൽ നിന്നും അമൽ എന്ന പ്രതിയെയുമാണ് പിടികൂടിയത്. എല്ലാവരും DYFI ജില്ലാ ബ്ലോക്ക് ഭാരവാഹികളാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവർ 7 പേരും പിടിയിലായത്. വൈകിട്ട് പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ കൌൺസിലറുമായ ബിനു IP കീഴടങ്ങി. ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ച കേസിന് പുറമെ പോലീസുകാരെ ആക്രമിച്ചതിനും കേസെടുത്തിട്ടുണ്ട്.